ഒരു കിടിലൻ ഫൈറ്റിനുള്ള കോള് ഒത്തു വന്നിരിക്കുകയാണ്. ബാറ്റിൽ ഫീൽഡിൽ വെച്ച് കൈജു നമ്പർ 8 കണ്ട വൈസ് ക്യാപ്റ്റൻ ഹോഷിന തൻ്റെ ബാറ്റിൽ പവറൊക്കെ അൺലീഷ് ചെയ്ത് ഫൈറ്റിന് റെഡിയായിട്ട് നിൽക്കുകയാണ്. കൈജു നമ്പർ 8 കൊന്നാലേ ഇനി അവൻ അടങ്ങൂ. പക്ഷേ നമ്മുടെ കാഫ്ക ഇപ്പോൾ ആകെ ധർമ്മസങ്കടത്തിലാണ്. എതിരെ നിൽക്കുന്നത് വൈസ് ക്യാപ്റ്റൻ ആയതുകൊണ്ട് അങ്ങേരെ അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങേരുടെ മുടിഞ്ഞ സ്പീഡ് കാരണം ഇവിടെ നിന്ന് ഇറങ്ങി ഓടിയിട്ടും കാര്യമില്ല. എന്ത് ചെയ്യണമെന്ന് മനസ്സിലാകാതെ കാഫ്ക കൺഫ്യൂഷൻ അടിച്ച് നിന്നപ്പോൾ പെട്ടെന്ന് അവൻ്റെ നെഞ്ചത്ത് ഒരു വെട്ടുകൊണ്ട് ചോര തെറിച്ചു. ആകെ അന്തം വിട്ട് ചുറ്റും നോക്കിയ അവൻ ഹോഷിനെ അവനെ വീണ്ടും എയറിൽ നിന്ന് ടാർഗറ്റ് ചെയ്യുന്നത് കണ്ടു. ഇനി ഇവിടെ നിന്നാൽ ഹോഷിനെ തന്നെ പീസായി വെട്ടി എറിയുമെന്ന് മനസ്സിലാക്കിയ കാഫ്ക ഉടനെ അവിടെ നിന്ന് ചാടി മാറിയത് കൊണ്ട് ഹോഷിനയുടെ അടുത്ത അറ്റാക്കിൽ നിന്നും അവൻ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. പക്ഷേ അവിടെ നിന്ന് ചാടി മാറിയ കാഫ്കയെ ഹോഷിന എയറിൽ വെച്ച് തന്നെ താറുമാറി അറ്റാക്ക് ചെയ്തു. നമ്മുടെ കാഫ്ക മാക്സിമം ഒഴിഞ്ഞു മാറാൻ നോക്കുകയാണ്. പക്ഷേ എന്നിട്ടും അവന് ഹോഷിനയുടെ വെട്ടുകൊള്ളുന്നുണ്ട്. ഇത്രയും സ്പീഡ് ഒരു കൈജുവിന് പോലും കാഫ്ക കണ്ടിട്ടില്ല. അവനെ വെട്ടിച്ചോടാൻ നോക്കിയ കാഫ്കയ്ക്ക് ഹോഷിന ഒരു മനുഷ്യനാണോ എന്ന് പോലും സംശയം തോന്നി. അപ്പോൾ പെട്ടെന്ന് ഹോഷിന തൻ്റെ വാള് കറക്കി ഒന്ന് വീശി. തൊട്ടു പിന്നാലെ കാഫ്കയുടെ കൈപ്പത്തിയും നെഞ്ചിലെ മാംസവും അറ്റുപോയി. അവൻ്റെ നെഞ്ചിലെ കോർ ഇപ്പോൾ പുറത്തു കാണാം. ഹോഷിന അത് ഉന്നം വയ്ക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ കാഫ്ക ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് നെഞ്ചിലെ മുറിവ് ഹീൽ ചെയ്തു. അവൻ്റെ കൈയും പൂർണ്ണമായിട്ട് ഹീലായി. അപ്പോഴേക്കും കാഫ്ക തളർന്നു കഴിഞ്ഞിരുന്നു. തുടരെയുള്ള ഈ ഹീലിംഗ് പ്രോസസ്സ് തൻ്റെ എനർജി മൊത്തം ഊറ്റിയെടുക്കുന്നതായിട്ട് കാഫ്കയ്ക്ക് മനസ്സിലായി. വേറെ വഴിയില്ലാതെ അവൻ ഇറങ്ങി ഓടി. പുറകെ വന്ന് അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്ന ഹോഷിനയെ അവൻ കൈകൊണ്ട് ബ്ലോക്ക് ചെയ്തുകൊണ്ടേയിരുന്നു. ഈ കൈജു ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും പവർഫുൾ ആണെന്ന് ഹോഷിന മനസ്സിലാക്കി. പക്ഷേ ഇത്രയൊക്കെ അറ്റാക്ക് ചെയ്തിട്ടും അവൻ തിരിച്ചൊന്ന് അറ്റാക്ക് പോലും ചെയ്യാതെ ഓടിപ്പോകാൻ നോക്കുന്നത് എന്തിനാണെന്ന് ഹോഷിനയ്ക്ക് മനസ്സിലായില്ല. എന്തായാലും എല്ലാം പെട്ടെന്ന് തന്നെ തീർക്കാൻ ഹോഷിന തീരുമാനിച്ചു. അവൻ വാളുകൾ ഒരു പ്രത്യേക രീതിയിൽ പിടിച്ചപ്പോൾ അത് ലാവ പോലെ ചുട്ടു പഴുത്തു. അവൻ ആ വാള് വീശിയപ്പോൾ അതിൻ്റെ ഷോക്ക് വേവ് കാഫ്കയുടെ നേരെ ചെന്നു. കാഫ്ക അത് കണ്ട് ചാടി മാറിയെങ്കിലും അവൻ്റെ കാലറ്റുപോയിരുന്നു. തൊട്ടു പിന്നാലെ ഹോഷിന എയറിൽ വെച്ച് തന്നെ അവൻ്റെ നെഞ്ചത്തേക്ക് വെട്ടി. വെട്ടുകൊണ്ട് കാഫ്ക ചോര തുപ്പി. കൈജുവിൻ്റെ കഥ കഴിഞ്ഞെന്ന് ഹോഷിന കരുതി. പക്ഷേ ആ വാൾ അവൻ്റെ ശരീരത്തിൽ സ്റ്റക്കായി പോയിരുന്നു. സംഭവം എന്താണെന്ന് വെച്ചാൽ തൻ്റെ നെഞ്ചിനുള്ളിലെ കോർ കണ്ട സ്ഥിതിക്ക് ഹോഷിന അവിടെ തന്നെ വെട്ടുമെന്ന് കാഫ്കയ്ക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് കാഫ്ക സ്വന്തം ശരീരത്തിൽ ഒരു ട്രാപ്പ് സെറ്റ് ചെയ്തു. ആ ട്രാപ്പിലാണ് ഇപ്പോൾ വാൾ കുടുങ്ങിയത്. ഉടനെ കാഫ്ക ഹോഷിനയെ ഇടിക്കാൻ കൈയോങ്ങി. അതോടെ ഹോഷിന സ്വന്തം മരണം ഉറപ്പിച്ചു. എന്നാൽ കാഫ്ക ഹോഷിനയുടെ മോന്തക്കിടിക്കുന്നതിന് പകരം ആ വാളിലേക്കാണ് ഇടിച്ചത്. ഒറ്റ ഇടിക്ക് ആ വാൾ ഒടിഞ്ഞു. ഇടിയുടെ ആഘാതത്തിൽ ഹോഷിന പുറകിലേക്ക് തെറിച്ചുപോയി. അവിടെ നിന്ന് ഹോഷിന എഴുന്നേറ്റ് വന്നപ്പോഴേക്കും കാഫ്ക എസ്കേപ്പായി കഴിഞ്ഞിരുന്നു. കൈജുവിനെ പിടിക്കാനുള്ള അവസരം മിസ്സാക്കിയതിൽ ഹോഷിനയ്ക്ക് നല്ല ഫ്രസ്ട്രേഷൻ തോന്നി. കൈജു നമ്പർ 8 എസ്കേപ്പായെന്ന് അവൻ ആഷിറോയെ വിളിച്ചറിയിച്ചു. അപ്പോഴേക്കും നേരം പുലർന്നു. ഈ സമയം നമ്മുടെ കീക്കറു ഒരു യോജുവിൻ്റെ ഡെഡ് ബോഡിയുടെ പുറത്ത് കയറി ഇരിക്കുവാണ്. കാഫ്കയുടെ അവസ്ഥ എന്തായി കാണുമെന്നോർത്ത് അവൾക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോഴേക്കും കാഫ്ക അവിടെ എത്തി. അവനെ കണ്ടതും കീക്കറു നല്ല ഹാപ്പിയായി. പെട്ടെന്ന് കാഫ്ക തളർന്ന് വീഴാൻ തുടങ്ങി. അപ്പോൾ കീക്കറു വന്ന് അവനെ താങ്ങിപ്പിടിച്ചു. അപ്പോൾ കാഫ്ക അവളോട് ആ കൈജുവിനെ കൊല്ലാൻ പറ്റാതെ പോയതിൽ സോറി പറഞ്ഞു. അതൊന്നും സാരമില്ല എന്ന് പറഞ്ഞ് കീക്കറു അവനെ ആശ്വസിപ്പിക്കാൻ നോക്കി. ഉടനെ കാഫ്ക ഇച്ചിക്കാവയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോകാനൊരുങ്ങി. അപ്പോൾ കീക്കറു അവനെ പിടിച്ചു നിർത്തിയിട്ട് താൻ അവിടെ ചെന്നിട്ട് എന്ത് കാട്ടാനാണെന്ന് ചോദിച്ചു. കൈജു റീജനറേഷൻ ടെക്നിക്ക് വെച്ച് കിട്ടാവുന്നതിൽ ഏറ്റവും മികച്ച ട്രീറ്റ്മെൻറ്റാണ് അവർക്ക് കിട്ടുന്നത്. അതുകൊണ്ട് മറ്റുള്ളവരെ പറ്റി ഓർത്ത് ടെൻഷൻ അടിക്കാതെ വല്ലപ്പോഴും സ്വന്തം കാര്യം കൂടി നോക്കാൻ അവൾ അവനെ ഉപദേശിച്ചു. അവൾ പറഞ്ഞത് ശരിയാണെന്ന് കാഫ്കയ്ക്കും തോന്നി. ഈ സമയം നമ്മുടെ ഹോഷിന ഒരിടത്തിരുന്ന് മെഡിറ്റേറ്റ് ചെയ്യുകയാണ്. കൈജു നമ്പർ 8 കൊല്ലാൻ പറ്റാത്തതിലുള്ള നിരാശ അവൻ്റെ മുഖത്തുണ്ടായിരുന്നു. അപ്പോൾ ആഷിറോ അവൻ്റെ അടുത്തെത്തി. കൈജു നമ്പർ 8 പറ്റി എന്തെങ്കിലും പുതിയ ഇൻഫർമേഷൻ കിട്ടിയോ എന്ന് അവൾ അവനോട് ചോദിച്ചു. അപ്പോൾ കൈജു നമ്പർ 8 ഒരു ക്ലാസ് എ ഡൈ കൈജു ആണെന്ന് അവൻ അവളോട് പറഞ്ഞു. അത് കേട്ട ആഷിറോ ഞെട്ടിപ്പോയി. കാരണം ഏതാണ്ട് 5 കൊല്ലം മുൻപാണ് അവസാനമായി അവർ ഒരു ഡൈ കൈജുവിനെ കണ്ടത്. പക്ഷേ ആ കൈജുവിൽ നിന്നെല്ലാം കൈജു 8 ഒരുപാട് ഡിഫറൻ്റ് ആണ്. മറ്റുള്ള ഡൈ കൈജുവിനെ പോലെ കൈജു നമ്പർ 8 ആരെങ്കിലും കൊന്നതായോ എന്തെങ്കിലും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയതായോ അറിവില്ല. അതുമാത്രമല്ല, ഇന്ന് കൈജു നമ്പർ 8 ഫൈറ്റ് ചെയ്തപ്പോൾ അത് ഹോഷിനയെ അറ്റാക്ക് ചെയ്യുന്നതിന് പകരം പലപ്പോഴും ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. ഹോഷിനയെ കൊല്ലാൻ അവസരം കിട്ടിയിട്ട് പോലും കൈജു അത് ചെയ്തില്ല. ഇതിനേക്കാളെല്ലാം പുറമെ ആ കൈജുവിൻ്റെ ഫൈറ്റിംഗ് സ്റ്റൈൽ ശരിക്കും ഒരു മനുഷ്യൻ്റേതുപോലെ തന്നെയായിരുന്നു. ചുരുക്കത്തിൽ കൈജു നമ്പർ 8 ഇപ്പോഴും ഒരു വലിയ മിസ്റ്ററിയായി തുടരുകയാണ്. ഇതെല്ലാം ഓർത്ത് നമ്മുടെ ഹോഷിന ആകെ കൺഫ്യൂഷൻ അടിച്ചിരുന്നപ്പോൾ ആഷിറോ അവനെ ആശ്വസിപ്പിച്ചു. കൈജു നമ്പർ 8 ആരോ ആയിക്കോട്ടെ, പക്ഷേ അതിനെ തേടിപ്പിടിച്ച് കൊല്ലുമെന്ന് അവർ തീരുമാനിച്ചു കഴിഞ്ഞു. അപ്പോൾ പെട്ടെന്ന് പ്ലറ്റൂൺ ലീഡർ ഈക്കരൂക്ക അവരെ കോൺടാക്റ്റ് ചെയ്തു.
ഇച്ചിക്കാവയും ഈഹറുവും പറഞ്ഞ ഇൻഫർമേഷൻ പ്രകാരം അവരെ ആക്രമിച്ചത് മുൻപ് ട്രെയിനിങ് ഫീൽഡിൽ വന്ന അതേ ഹ്യൂമനോയിഡ് കൈജു തന്നെയാണ്. അവർ ആദ്യം അതിനെ കണ്ടപ്പോൾ അതൊരു മനുഷ്യന്റെ രൂപത്തിൽ വേഷം മാറി നിൽക്കുകയായിരുന്നുവെന്ന് ഈക്കറൂക്ക പറഞ്ഞപ്പോൾ നമ്മുടെ ഹോഷിനെയും ആഷിറോയും ഞെട്ടിപ്പോയി. എന്തോ ഒരു വലിയ അപകടം വരാൻ പോകുന്നുവെന്ന് അവർ മനസ്സിലാക്കി. ഈ സമയം സിറ്റിയുടെ പുറത്ത് ആളൊഴിഞ്ഞൊരു ഹൈവേയിലൂടെ മെല്ലെ മെല്ലെ നടക്കുകയാണ് കൈജു നമ്പർ 9. കാഫ്കയുമായിട്ടുള്ള ഫൈറ്റിൻ്റെ ക്ഷീണം അവൻ ഇപ്പോഴും മാറിയിട്ടില്ല. അങ്ങനെ നടക്കുന്ന സമയത്ത് അതുവഴി ഒരു കാർ വന്നു. ആ കാറുകാരൻ വണ്ടി നിർത്തി പുറത്തിറങ്ങിയിട്ട് കൈജുവിനോട് റോഡിൻ്റെ നടുക്ക് നിന്ന് മാറി നടക്കാൻ പറഞ്ഞു. ഇത് കേട്ട കൈജു തിരിഞ്ഞ് അയാളെ നോക്കിയിട്ട് അയാളുടെ നേരെ വിരൽ ചൂണ്ടി. എന്നിട്ട് അവനൊന്നും മിണ്ടാതെ അയാളെ പാസ് ചെയ്ത് നടന്നുപോയി. അവിടെ എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാകാതെ പുറകിലേക്ക് തിരിഞ്ഞു നോക്കിയ കാറുകാരൻ കണ്ടത് ആ കൈജു ഒരു ഭീകര രൂപമെടുത്ത് നിൽക്കുന്നതാണ്. തൊട്ടടുത്ത നിമിഷം അവനെ കാറുകാരനെ കൊന്നു തിന്നു. അതിനുശേഷം ആ കൈജു ആ കാറുകാരൻ്റെ രൂപമെടുത്തിട്ട് അയാളുടെ കാറും ഓടിച്ചു പോയി. കാറിൻ്റെ റേഡിയോയിലൂടെ തന്നെക്കുറിച്ചുള്ള ന്യൂസ് അവൻ കേട്ടു. ഇനിയുള്ള പ്ലാൻ നടപ്പിലാക്കും മുൻപ് ആദ്യം കൈജു നമ്പർ 8 കൊല്ലണമെന്ന് തീരുമാനിച്ചുകൊണ്ട് അവൻ സിറ്റിയിലേക്ക് യാത്ര തിരിച്ചു. ഈ സമയം ഹോസ്പിറ്റലിൽ കിടന്ന ഇച്ചിക്കാവയ്ക്ക് ബോധം വന്നു. അവൻ്റെ തൊട്ടടുത്തായിട്ട് കാഫ്കയും കീക്കറവും ഇരിപ്പുണ്ട്. കാഫ്കയെ കണ്ട ഇച്ചിക്കാവയ്ക്ക് സന്തോഷമായി. കൈജുവിൽ നിന്നും തൻ്റെ ജീവൻ രക്ഷിച്ചതിന് ഇച്ചിക്കാവ അവന് നന്ദി പറഞ്ഞു. എന്നാൽ ഇത് കേട്ട കാഫ്കയും കീക്കറവും ഇരുന്ന് വിയർക്കുകയാണ്. കാരണം തൊട്ടപ്പുറത്തെ കട്ടയിൽ കിടന്നുകൊണ്ട് ഈഹറു ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. ഇങ്ങേരെപ്പോഴാണ് നിന്നെ രക്ഷിച്ചതെന്ന് ഈഹറു ഇച്ചിക്കാവയോട് ചോദിച്ചു. ഈ ചോദ്യം കേട്ട എല്ലാവരും കിളി പറന്നു നിന്നപ്പോൾ കീക്കറു ഇടപെട്ടു. കാഫ്ക കൈജുവിൻ്റെ വീക്ക് പോയിന്റ് കണ്ടുപിടിച്ചത് കൊണ്ടാണ് യുദ്ധം ജയിച്ചതെന്നൊക്കെ പറഞ്ഞ് അവൾ ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തു. അപ്പോൾ നമ്മുടെ ഈഹറു ഇച്ചിക്കാവയെ രക്ഷിച്ച കൈജു നമ്പർ 8 പുകഴ്ത്താൻ തുടങ്ങി. അതൊക്കെ കേട്ട കാഫ്കയ്ക്കും സന്തോഷമായി. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ആശുപത്രി വിട്ട് ഈഹറവും ഇച്ചിക്കാവയും തിരികെ വന്നപ്പോൾ ടീമിലെ എല്ലാവരും ഒരു പാർട്ടിയൊക്കെ സെറ്റ് ചെയ്ത് കാത്തിരിക്കുകയായിരുന്നു. ഫസ്റ്റ് മിഷൻ സക്സസ് ആയതിൻ്റെ പാർട്ടിയാണ് നടക്കാൻ പോകുന്നത്. പെട്ടെന്ന് ഡോർ തുറന്നുകൊണ്ട് ഒരു ഷെഫും പരിവാരങ്ങളും അങ്ങോട്ടേക്ക് കയറി വന്നു. നമ്മുടെ ഹാരുവീച്ചി ഈസുമോയുടെ ഫാമിലി ഷെഫാണ് പുള്ളിക്കാരൻ. ഹാരുവീച്ചി ഏർപ്പാടാക്കിയത് പ്രകാരം ജപ്പാനിലെ തന്നെ ഏറ്റവും കിടിലൻ ഡിന്നറാണ് പുള്ളി സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് കണ്ട കാഫ്കയും ഗ്യാങ്ങും ആകെ അമ്പരന്നു. അപ്പോൾ ഹാരുവീച്ചി ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഡിന്നർ വേണ്ടിയിരുന്നില്ല എന്ന് ഷെഫിനോട് പറഞ്ഞു. പക്ഷേ കൊച്ചുമുതലാളിയുടെ ഫ്രണ്ട്സിന് ഏറ്റവും മികച്ച ഫുഡ് കൊടുക്കണമെന്ന് പുള്ളിക്ക് നിർബന്ധമായിരുന്നു. ഹാരുവീച്ചി ഇത്ര പണക്കാരനാണെന്ന് കാഫ്ക അറിഞ്ഞിരുന്നില്ല. അപ്പോൾ കീക്കറു അവന് ഹാരുവീച്ചി ശരിക്കും ആരാണെന്ന് പറഞ്ഞു കൊടുത്തു. ഈസുമോ ടെക് കമ്പനിയുടെ ഒരേ ഒരു അനന്തരാവകാശിയാണ് ഹാരുവീച്ചി. ഈ ഡിഫൻസ് ഫോഴ്സിന് മുഴുവനും സ്യൂട്ടും വെപ്പൺസും ഉണ്ടാക്കുന്നത് അവൻ്റെ കമ്പനിയാണ്. ചുരുക്കി പറഞ്ഞാൽ ഷിനോമിയയേക്കാൾ 10 ഇരട്ടി പൈസക്കാരനാണ് ഹാരുവീച്ചി. അങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഹോഷിനെ അങ്ങോട്ടേക്ക് വന്നു. കഴിഞ്ഞ മിഷനിലെ പെർഫോമൻസിന് അവരെല്ലാവരെയും അഭിനന്ദിച്ചു. ഈ രാത്രി ഫുൾ എൻജോയ് ചെയ്തു കൊള്ളാൻ അവൻ അവരോട് പറഞ്ഞു. അതോടെ എല്ലാവരും ഫുഡ് അടിച്ചും ബിയർ കുടിച്ചുമൊക്കെ എൻജോയ് ചെയ്യാൻ തുടങ്ങി. ഈഹറു ആണെങ്കിൽ കൈജു നമ്പർ 8 കുറിച്ചുള്ള കഥ എല്ലാവരോടും പറയുവാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവർ പരസ്പരം തങ്ങളുടെ ബാറ്റിൽ സ്കിൽസും ടാക്ടിക്സും ഒക്കെ വിലയിരുത്താൻ തുടങ്ങി. ഇതെല്ലാം നമ്മുടെ ഇച്ചിക്കാവ സന്തോഷത്തോടെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ഹോഷിനെ അവനോട് പറഞ്ഞു, എടാ മോനെ, നീ നോക്കിക്കോ, ശരിക്കുള്ള തമാശ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. പറഞ്ഞു തീർന്നതും ടീമിലെ എല്ലാവരും കൂടി പരസ്പരം ഓരോന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി. നമ്മുടെ കാഫ്കയാണെങ്കിൽ ബിയർ അടിച്ച് കോൺ തെറ്റിയിട്ട് ഹാരുവീച്ചിയുടെ അടുത്ത് ചെന്ന് എനിക്ക് കുറച്ചുകൂടി കോമ്പാറ്റ് പവറുള്ള സ്യൂട്ട് താനിയ എന്ന് പറഞ്ഞ് കെഞ്ചുവാണ്. ഈഹറുവും കീക്കറുവും കൂടി മുട്ടൻ വഴക്ക് നടത്തുമ്പോൾ ഹാരുവീച്ചിയും ആവോയും കൂടി ആരാണ് മികച്ചതെന്ന് പറഞ്ഞ് തർക്കിക്കുവാണ്. ബിയർ തലയ്ക്ക് പിടിച്ച് എല്ലാവരും കൂടി ചേർന്ന് ആ റൂം ഒരു പൂരപ്പറമ്പാക്കി. ഇതെല്ലാം കണ്ടുകൊണ്ട് ഇച്ചിക്കാവ കണ്ണും തള്ളി നിന്നപ്പോൾ വൈസ് ക്യാപ്റ്റൻ ഹോഷിനെ അവിടെ ഇരുന്ന് പൊട്ടിച്ചിരിക്കുകയായിരുന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ നമ്മുടെ ഹാരുവീച്ചിയും ആ ഷെഫും കൂടി റൂമിന് പുറത്ത് വെച്ച് മീറ്റ് ചെയ്തു. മിസ്റ്റർ ഡോജിമ എന്നാണ് അയാളുടെ പേര്. ചെയ്ത സഹായത്തിന് ഹാരുവീച്ചി അയാൾക്ക് നന്ദി പറഞ്ഞു. അപ്പോൾ മിസ്റ്റർ ഡോജിമ അവനോട് അച്ഛനുമായിട്ടുള്ള പ്രശ്നങ്ങൾ തീർന്നു എന്ന് ചോദിച്ചു. ആ സംഭവത്തിന് ശേഷം അച്ഛനോട് ഇതുവരെ ഞാൻ സംസാരിച്ചിട്ടില്ല എന്ന് ഹാരുവീച്ചി മറുപടി പറഞ്ഞു. വിഷമിക്കേണ്ട കാര്യമില്ല എന്നും എല്ലാം ഉടനെ തന്നെ ശരിയാകുമെന്നും പറഞ്ഞ് അവനെ ആശ്വസിപ്പിച്ചിട്ട് ഡോജിമ അവിടെ നിന്ന് പോയി. ഈ സമയം ഹാളിനുള്ളിൽ നമ്മുടെ ഹോഷിന് വളരെ പ്രധാനപ്പെട്ട ഒരു അനൗൺസ്മെൻറ്റ് നടത്താൻ പോവുകയാണ്. അത് കേൾക്കാൻ എല്ലാവരും തമ്മിൽ തല്ലി നിർത്തി അടങ്ങിയിരുന്നു. അപ്പോൾ ഹോഷിന കാഫ്കയെ വിളിച്ചു. കൈജുവിൻ്റെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിനെ കുറിച്ചുള്ള കാഫ്കയുടെ ഇൻഫർമേഷനാണ് കഴിഞ്ഞ ഫൈറ്റ് ജയിക്കാൻ നമ്മളെ സഹായിച്ചത്. അതുകൊണ്ട് തന്നെ ഇന്നു മുതൽ കാഫ്ക ഒരു കേഡറ്റല്ല, കാഫ്കയെ ഓഫീസറായിട്ട് പ്രൊമോട്ട് ചെയ്തിരിക്കുന്നു. വെൽക്കം ടു ദ ഡിഫൻസ് ഫോഴ്സ്. ഇത് കേട്ട കാഫ്ക ആകെ വണ്ടറടിച്ചിരുന്നു പോയി. ഉടനെ എല്ലാവരും അടിയും വഴക്കുമൊക്കെ വിട്ടിട്ട് കാഫ്കയെ കൺഗ്രാജുലേറ്റ് ചെയ്തു. അവർ അവനെ ഉടലോടെ എടുത്ത് പൊക്കി. കാഫ്കയുടെ ലൈഫിൽ അവൻ ഇത്രയും ഹാപ്പിയായ നിമിഷം വേറെ ഇല്ലായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടി ആ രാത്രി ആഘോഷിച്ചു തീർത്തു. പിറ്റേ ദിവസം രാവിലെ തന്നെ കാഫ്ക ആഷിറോയെ മീറ്റ് ചെയ്യാൻ അവളുടെ ഓഫീസിലെത്തി. അവിടെ വെച്ച് അവൾ അവന് ഡിഫൻസ് ഫോഴ്സിൻ്റെ ഓഫീസർ ബാഡ്ജ് കൊടുത്തു.
ഫോഴ്സിലേക്ക് അവൾ അവനെ സ്വാഗതം ചെയ്തു. ആഷിറോ അപ്പോൾ ഒരു പ്രധാനപ്പെട്ട മീറ്റിങ്ങിന് വേണ്ടി ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് പോകാൻ ഇറങ്ങുകയായിരുന്നു. അവൾ തിരിച്ചു വരും വരെ ഹോഷിനയ്ക്കാണ് എല്ലാ ചുമതലകളും. അതുകൊണ്ട് അവനെ അസിസ്റ്റ് ചെയ്യാൻ ആഷിറോ കാഫ്കയെ ഓർമ്മിപ്പിച്ചു. അങ്ങനെ ഫോർമാലിറ്റിയൊക്കെ കഴിഞ്ഞിട്ട് കാഫ്ക തിരികെ പോകാനിറങ്ങി. അപ്പോൾ പെട്ടെന്ന് ആഷിറോ പറഞ്ഞു, മിസ്റ്റർ കാഫ്ക ഹീവിനോ, നീ എല്ലാം നേടിയെന്ന് കരുതരുത്. എൻ്റെ ഒപ്പം നിന്ന് ഫൈറ്റ് ചെയ്യണമെങ്കിൽ നീ ഇനിയും ഒരുപാട് ദൂരം മുന്നോട്ട് പോകണം. കൈജുവിനെ എല്ലാം കൊന്നു തീർക്കാൻ നീ എൻ്റെ ഒപ്പം ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആഷിറോ പറഞ്ഞത് കേട്ടപ്പോൾ കാഫ്ക ഞെട്ടിപ്പോയി. അവൾ പഴയതൊന്നും മറന്നിട്ടില്ല എന്ന് കാഫ്കയ്ക്ക് മനസ്സിലായി. നിന്റെ ഒപ്പം എത്തും വരെ ഞാൻ ഓട്ടം തുടരുമെന്ന് അവൻ അവൾക്ക് വാക്കുകൊടുത്തു. അന്ന് പാതിരാത്രി ആയപ്പോഴും കാഫ്ക പതിവ് പോലെ ലൈബ്രറിയിൽ ഇരുന്ന് പഠിക്കുകയാണ്. ഒടുവിൽ ഉറക്കം വന്നപ്പോൾ അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് റൂമിലേക്ക് നടന്നു. ഈ സമയം ട്രെയിനിങ് റൂമിൽ ലൈറ്റ് കിടക്കുന്നത് അവൻ ശ്രദ്ധിച്ചു. ആരെങ്കിലും ലൈറ്റ് ഓഫ് ആക്കാൻ മറന്നതാകുമെന്ന് കരുതി അങ്ങോട്ട് ചെന്ന കാഫ്ക ആ കാഴ്ച കണ്ട് ഞെട്ടി. റൂമിനുള്ളിൽ നമ്മുടെ ഹോഷിനെ വാളും പിടിച്ച് ഒരു ഫൈറ്റിന് റെഡിയായിട്ട് നിൽക്കുകയാണ്. അവൻ്റെ മട്ടും ഭാവവും ഒക്കെ കണ്ട കാഫ്ക ഇയാൾ എന്തിനുള്ള പുറപ്പാടാണെന്നോർത്ത് അന്തം വിട്ടു നിന്നു. പെട്ടെന്ന് ഹോഷിന താറുമാറെ കത്തി വീശാൻ തുടങ്ങി. അത് മെൻ്റൽ ഇമാജിനറി ട്രെയിനിങ് ആണെന്ന് കാഫ്കയ്ക്ക് മനസ്സിലായി. മനസ്സിലൊരു സാങ്കല്പിക എതിരാളിയെ സൃഷ്ടിച്ചുകൊണ്ടാണ് ഹോഷിനെ വാള് വീശുന്നത്. പെട്ടെന്നാണ് കാഫ്ക ഒരു കാര്യം ശ്രദ്ധിച്ചത്. അന്ന് കാഫ്കയെ ഫൈറ്റ് ചെയ്തപ്പോൾ ഹോഷിനെ യൂസ് ചെയ്ത അതേ മൂവ്മെൻ്റാണ് പുള്ളി ഇപ്പോഴും ട്രെയിൻ ചെയ്യുന്നത്. അതായത് ഹോഷിനെ ഇപ്പോൾ ഫൈറ്റ് ചെയ്യുന്ന സാങ്കല്പിക ശത്രു കൈജു നമ്പർ 8 തന്നെയാണ്. ഇത് മനസ്സിലാക്കിയ കാഫ്ക പേടിച്ച് നിലത്ത് വീണുപോയി. അവനെ കണ്ട ഹോഷിനെ അവനോട് നീ എന്താണ് ഇവിടെ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ കാഫ്ക ഇതേ ചോദ്യം ഹോഷിനയോട് തിരിച്ചും ചോദിച്ചു. അപ്പോൾ ഹോഷിനെ പറഞ്ഞു, ഞാൻ കൈജു നമ്പർ 8നെ തീർക്കാനുള്ള ട്രെയിനിങ്ങിലാണ്. കഴിഞ്ഞ വട്ടം ഞാനവൻ്റെ പവറിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തതുകൊണ്ടാണ് അവൻ രക്ഷപ്പെട്ടത്. ഇനി അതിനെ കണ്ടാൽ ഞാൻ ആദ്യം അവൻ്റെ തല വെട്ടിയെറിയും. അതുമാത്രമല്ല, കഴിഞ്ഞ വട്ടം സ്കിൽ ലെവൽ 5ലാണ് ഫൈറ്റ് ചെയ്തതെങ്കിൽ ഇപ്രാവശ്യം സ്കിൽ ലെവൽ 6ലിട്ട് കൈജുവിനെ തീർക്കാനാണ് ഹോഷിനയുടെ പ്ലാൻ. ഇതൊക്കെ കേട്ട നമ്മുടെ കാഫ്ക നിന്ന് വിയർത്തു. അപ്പോൾ ഹോഷിനെ അവനോട് പോയി കിടന്നുറങ്ങാൻ പറഞ്ഞു. ക്യാപ്റ്റൻ ആഷിറോ പോയതുകൊണ്ട് ഇപ്പോൾ ബേസിൻ്റെ ചുമതല ഹോഷിനയ്ക്കാണ്. അതുകൊണ്ട് നൈറ്റ് മൊത്തം ട്രെയിൻ ചെയ്യാനാണ് അവൻ തീരുമാനിച്ചിരിക്കുന്നത്. അവൻ്റെ ഡിറ്റർമിനേഷൻ കണ്ട കാഫ്കയ്ക്ക് അവനോട് നല്ല മതിപ്പ് തോന്നി. സാർ ഒന്നുകൊണ്ടും പേടിക്കണ്ട, സാറിൻ്റെ കൂടെ എന്തിനും ഞാൻ കട്ടയ്ക്ക് കൂടെ ഉണ്ടാകും. കാഫ്ക ഇത് പറഞ്ഞതും ഹോഷിനെ ഒന്ന് ചിരിച്ചു. എന്നിട്ട് അവൻ കാഫ്കയുടെ കഴുത്തിൽ ലോക്ക് ചെയ്ത് പിടിച്ചു. 1% കോമ്പാറ്റ് പവറുള്ള നീ എങ്ങനെ എൻ്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കുമെന്ന് ഹോഷിനെ അവനോട് ചോദിച്ചു. അവിടെ നിന്നും എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട കാഫ്ക ഇഴഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോയി. പക്ഷേ അപ്പോഴും ഹോഷിനയ്ക്ക് കാഫ്കയുടെ കഴിവിൽ വിശ്വാസമുണ്ടായിരുന്നു. അങ്ങനെ അധികം വൈകാതെ ആ ബേസ് മുഴുവൻ ഉറക്കത്തിലായി. ഈ സമയം അങ്ങ് ദൂരെ ആകാശത്തിൽ മേഘങ്ങൾക്ക് മുകളിലായി കുറേ ഭീമൻ കൈജൂസ് പറന്നു വരുന്നുണ്ട്. അതിലൊന്നിൻ്റെ മുകളിലായി ഒരു ഡൈ കൈജു നിൽക്കുന്നുണ്ടായിരുന്നു. ഡിഫൻസ് ഫോഴ്സിൻ്റെ ബേസിന് മുകളിൽ എത്തിയപ്പോൾ ആ ഡൈ കൈജു മറ്റുള്ള കൈജുവിന് താഴേക്ക് പോകാനുള്ള ഓർഡർ കൊടുത്തു. ഇനി വരാൻ പോകുന്നത് യുദ്ധമല്ല, സർവനാശം.